Decision making and loops in Python is next chapter, chapter 7. If statement. We have already come across the conditional statements and looping concepts in the programming coding chapter itself. So I'm just going little bit fast. Here if statement. If statement contains a logical expression using which data is compared. A decision is made based on the result of the comparison. If the result of the expression is true, the statement within if block are executed. If statement syntax ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. if ഉണ്ടാവും, if കഴിഞ്ഞൊരു expression ഉണ്ടാവും. expression എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാലോ, a is equal to b, is equal to അല്ല, is equal double equal to b, a greater than b or a less than b, അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാവും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ കോളൻ കഴിഞ്ഞ് അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നില്ലേ, ഇൻറ്റൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈൻ, ആ ലൈനിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് എന്ന് പുറത്തേക്ക് വരും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഫ്ലോ ചാർട്ട് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ട്രൂ സം സ്റ്റേറ്റ്മെൻറ്റ് വിൽ വർക്ക് ഔട്ട്, അതർവൈസ് നത്തിങ് വിൽ വർക്ക് ഔട്ട്, ഇറ്റ് വിൽ കം ഔട്ട് ഫ്രം ദ പ്രോഗ്രാം. ഓക്കെ, വിൽ സീ ദ സെയിം വിത്ത് ദ പ്രോഗ്രാം. ഹിയർ സീ var1 ഈക്വൽ ടു 100. var1 എന്നുള്ള വേരിയബിളിലേക്ക് 100 എന്ന വാല്യൂ കൊടുക്കുവാണ്. ഇപ്പോൾ var1ൽ എന്താ ഉണ്ടായിരിക്കുക, 100 ആണ് ഉണ്ടായിരിക്കുക. ദെൻ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇഫ് var1 ഈക്വൽ ടു 100 എന്ന് എഴുതണം. അവിടെ അത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. var1 ഈക്വൽ ടു 100 ആണെങ്കിൽ എന്ത് പറ്റും, പ്രിൻറ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ. എൽസ് എന്നുള്ള പാട്ടില്ല. പ്രിൻറ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ എന്താ, പ്രിൻറ്റ് var1. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ താഴെ നോക്കിക്കേ. ആൻസർ എന്താ വരിക, ഇഫ് കണ്ടീഷനകത്ത് var1 ഈക്വൽ ടു ട്രൂ ആണോ 100 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. നമ്മൾ നേരത്തെ 100 തന്നെയാണ് var1ൽ കൊടുത്തിരിക്കുന്നത്. സോ രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ എന്ന് വരുന്നു. സോ ഇഫിനകത്ത് തന്നെ നിന്നുകൊണ്ട് പ്രിൻറ്റ് ചെയ്യുന്നു. എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്, എക്സ്പ്രഷൻ ഇസ് ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്യണം. പിന്നെ var1ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഔട്ട്പുട്ടിൽ എന്താ വന്നിരിക്കുന്നത്, എക്സ്പ്രഷൻ ഇസ് ട്രൂ എന്ന് വന്നിട്ടുണ്ട്. var1ൻ്റെ വാല്യൂവും എന്താ, var1ലിരിക്കുന്ന വാല്യൂ 100 എന്നുള്ളതാണ്. 100 ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ ഇഫ് ഒറ്റ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സം സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ വർക്ക് ഔട്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കണ്ടീഷൻ ട്രൂ അല്ല എന്നുള്ള പാർട്ട് പറഞ്ഞിട്ടില്ല. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ അതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ആവണം. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അനദർ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ആകണം. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. Python combines else statement along with the if statement. The if block contains the code which gets executed when the expression is true. The else block contains the code which gets executed when the expression is false. Here is a program for if else. Here a is a variable and b is a variable, and we are giving some values for that. A equal to 200 and b equal to 400, and we are checking the values. If a is less than b, a bയേക്കാളും ചെറുതാണെങ്കിൽ നോക്കണം, അവിടെ ഒരു കോളൻ ഉണ്ട്. സിൻടാക്സ് പ്രോപ്പർ ആയിരിക്കണം. ആണെങ്കിൽ എന്ത് വരണം, പ്രിൻറ്റ് a is less than b എന്ന് പ്രിൻ്റ് ആകണം. a ചെറുതാണെങ്കിൽ a is less than b എന്ന് പ്രിൻ്റ് ആകണം. else പ്രിൻറ്റ് a is greater than b. ഇപ്പോൾ രണ്ട് പാർട്ട് പറഞ്ഞിരിക്കുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ട്രൂ ആണെന്നെങ്കിൽ ഒരു പാർട്ട് വർക്കൗട്ട് ചെയ്യാനാവണം. else another part will print. മനസ്സിലായോ? you can see that in the output itself. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, a 200 b 400 എന്നാണ്. so when we check the condition 200 less than 400 എന്നാണ് പറയുന്ന കണ്ടീഷൻ. yes, it is true. so first printing statement will work out. in the output also you can see a is less than b. next, elif statements. this is else plus if statement. We write code in more than one else block. ഒരു എൽസ് ബ്ലോക്ക് മാത്രമല്ല ഉണ്ടാവുന്നത്, ഒന്നിൽ കൂടുതൽ എൽസ് ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് elif സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. While executing the program, the first condition is checked. If true, the code is executed. If the first condition is false, the second condition is checked. If true, the code of the second block is executed. Else, the other code for the third condition is checked, and so on. ഓരോ പ്രാവശ്യം ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ എൽഎഫ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഫസ്റ്റ് 90 to 100 എ ഗ്രേഡ് വേണം, 80 to 90 ബി ഗ്രേഡ് വേണം, 70 to 80 സി ഗ്രേഡ് വേണം. അപ്പോൾ പല കണ്ടീഷൻസ് ആണുള്ളത്.
ഒരാളുടെ നമ്പർ എടുത്തിട്ട് നമ്മൾ പല കണ്ടീഷൻസിലേക്ക് പോയി വേണം ഗ്രേഡ് അലോട്ട് ആകാനായിട്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരുന്ന സമയത്താണ് എൽഎഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. See, in this program, A equal to 33 and B equal to 33. First, we are checking if B is greater than A. If it is greater than A, B is greater than A have to be printed. Then they are checking else if A equal to B. If it is equal to B, the same number, then print A and B are equal. Else, you have to print A is greater than B. So here they are checking 3 conditions. And the output is A and B are equal because A equal to 33 and B equal to 33. So this is the way how to check more than one condition. So we use elif statements. Shorthand if statement. The Python allows us to write the entire if statement in one single line. നേരത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2 ലൈനിലായിട്ട് എഴുതിയപ്പോൾ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ്? വേരിയബിൾസ് അസൈൻ ചെയ്യുക. ദെൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി പുട്ട് എ കോളൻ പ്രിൻറ്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അതായത് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത് ഡയറക്റ്റ് കോളൻ കഴിഞ്ഞ് ആ ലൈനിൽ തന്നെ സ്ട്രെയിറ്റ് അവേ എഴുതാൻ പറ്റും. അതിനെയാണ് ഷോർട്ട് ഹാൻഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, if a statement is also can be written in a same way as else if shorthand if statement. നേരത്തെ if statement ഷോർട്ടായിട്ട് ഒറ്റ ലൈനിൽ എഴുതിയ പോലെ തന്നെ if else statement നമുക്ക് എഴുതാൻ പറ്റും. How we can write? See here, print A is greater than B if A greater than B. ഇവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എഴുതണം. എന്നിട്ട് കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് എൽസ് ഇട്ട് എൽസ് പാർട്ട്, അതായത് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ആവണം എന്നുള്ളത് കൊടുക്കുക. അതെല്ലാം ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Python allows us to write if statement within another if statement. This is called nested if. ഒരു if സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം അതിനകത്ത് ഇന്നൊരു if സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതാൻ പറ്റും. ചില സമയത്ത് അങ്ങനെ ഒരു കണ്ടീഷൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഒരു ഇഫിനകത്ത് ഇന്നൊരു ഇഫ്. ഇൻ ദിസ് പ്രോഗ്രാം വി ആർ ഡൂയിങ് നെസ്റ്റഡ് ഇഫ്. ഇൻ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദ മെയിൻ ഇഫ് where is the variable and it is checking with condition called if whether it is less than 200. അത് ലെസ് ദാൻ 200 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഇഫിൽ കയറുവാണ്. ആ ഇഫ് എൽഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഒന്നിലധികം കണ്ടീഷൻസ് ആ ഇഫിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് തന്നിരിക്കുന്ന വാല്യൂ ഏത് റേഞ്ചിനകത്ത് വരും എന്നുള്ളത് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഇഫിൻ്റെ പ്രിൻറ്റിങ്ങും ഉണ്ട്, അകത്തുള്ള ഇഫിൻ്റെ പ്രിൻറ്റിങ്ങും വരുന്നുണ്ട്. 2 പ്രിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇഫ് ചെക്കിങ് ചെയ്യുവാണ് വെദർ ഇറ്റ് ഈസ് ലെസ് ദാൻ 200. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 200 ഇറ്റ് വിൽ ഗെറ്റ് ഇൻസൈഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദെയർ ഈസ് ഓൾസോ വൺ മോർ ചെക്കിങ്, ദാറ്റ് ഈസ് ഇഫ് where is equal to is less than or equal to 150. അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് ലാസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുക. സോ എന്താ പ്രിൻ്റ് ആവുന്നത്? വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന 20 ആയതുകൊണ്ട് തന്നെ വാല്യൂ ഇസ് ലെസ് ദാൻ 200 ആൻഡ് വാല്യൂ ഇസ് ലെസ് ദാൻ 50 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ലൂപ്സ്. ഇൻ പ്രോഗ്രാമിംഗ് വി സംടൈംസ് come across a situation where we want to execute same code a number of times. Same code number of times. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ലൂപ്സ്. The above diagram is a loop pattern. That is, condition check ചെയ്യും. True ആണെന്നുണ്ടെങ്കിൽ some code will be executed and it will one more time it will go to the condition. എപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുമോ അതുവരെ ലൂപ്പ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. Loops are 2 types, while loop and for loop. While loop ഉണ്ട്, for loop ഉണ്ട്. 2 രീതിയിൽ. First one, while loop. The statements within the loop get executed repeatedly till the condition is true. When the condition becomes false, the control moves to the next line. ഇതാണ് while loopൽ സംഭവിക്കുന്നത്. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ആയിക്കൊണ്ടേയിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. താഴെ തന്നിരിക്കുന്ന പ്രോഗ്രാമിൽ നമ്പർ ഈക്വൽ ടു 6, നം ഈക്വൽ ടു 0, I ഈക്വൽ ടു 1.
അത്രയും വേരിയബിൾസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ വൈലിനകത്ത് കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ. കണ്ടീഷൻ എന്താണ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആകുന്നവരെ വർക്കൗട്ട് ആവണം. ഐയുടെ വാല്യൂ 1 ആണ്, നമ്പറിൻ്റെ വാല്യൂ 6. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐ ലെസ് ദാൻ 6, ദാറ്റ് ഈസ് 1 ലെസ് ദാൻ 6, കറക്റ്റാണ്. സോ the next line inside the while function will be executed, that is num equal to num plus 1. നമ്മുടെ വാല്യൂ 0 ആയിരുന്നു, അതിപ്പോൾ 0 പ്ലസ് 1 1 ആയിട്ട് മാറി. അടുത്ത ലൈൻ എന്താണ്? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 1 ആയിരുന്നു, 1 പ്ലസ് 1 ആയി 2 ആയി. സോ സാറ്റിസ്ഫൈ ആയപ്പോഴേക്കും വയലിനകത്ത് വന്നു. വീണ്ടും മുകളിൽ പോയി വയൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്താണിപ്പോൾ? 2 ആണ്. 2 ലെസ് ദാൻ 6 എന്നാണ് അവിടുത്തെ കണ്ടീഷൻ വരുന്നത്. അപ്പോഴെന്തായി? കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും അകത്തേക്ക് വരും, ദാറ്റ് ഈസ് നം ഈക്വൽ ടു നം പ്ലസ് 1. ഇപ്പം നമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ നം പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 2 ആയി. ഐയുടെ വാല്യൂ എന്തായിരുന്നു? നേരത്തെ 2 ആയിരുന്നു, അത് 2 പ്ലസ് 1 3 ആയി. വീണ്ടും മുകളിൽ പോയി ചെക്ക് ചെയ്യും, 3 ലെസ് ദാൻ 6. വീണ്ടും അകത്തേക്ക് വരും. അങ്ങനെ വന്ന് 6 വരെയും വർക്കൗട്ട് ആവും. 6 വരെയും അകത്തുള്ള വൈൽ ലൂപ്പ് വർക്കൗട്ട് ആകും. പിന്നെ ഇൻക്രിമെൻറ്റ് ഐ വാല്യൂ 7 ആകുമ്പോഴേക്കും മുകളിൽ പോയി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം അത് ഫാൾസ് ആയിട്ട് വരുമ്പോൾ വെളിയിലേക്ക് പ്രിൻറ്റ് ഫംഗ്ഷനിലേക്ക് വരും. പ്രിൻറ്റിൽ എന്താ വരിക? നമ്മിൻ്റെ ഇപ്പോഴത്തെ ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ അത് വരും. അത് എത്ര പ്രാവശ്യമായി എന്നുള്ളത്. ഇപ്പോൾ 20 ആണെങ്കിൽ 20, 21 ആണെങ്കിൽ 21. നെക്സ്റ്റ് വൺ ഈസ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു ഐട്രേറ്റ് ഓവർ ദ സീക്വൻസ് ഓഫ് ഐറ്റംസ്. ദ കീവേഡ് ഈസ് യൂസ്ഡ് ഈസ് ഇൻ. ഇൻ കീവേഡ് യൂസ് ചെയ്താണ് നമ്മൾ ഫോർ ലൂപ്പ് വർക്കൗട്ട് ആവുന്നത്. All the items in a sequence are assigned to the iterating value and the code within the for loop is executed. Once all the items of the sequence are assigned, the control moves to the next line of the code. ഇത് നമ്മൾ പ്രോഗ്രാം വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. This is a program to print all the fruits in the fruits list. ഒരു ലിസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആപ്പിൾ, ബനാന എല്ലാം ഡബിൾ കോട്ട്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നോക്കിക്കേ, ഫോർ എക്സ് ഇൻ ഫ്രൂട്ട്സ്. ഇൻ എന്ന് പറയുന്നത് കീവേഡാണ് ഫോർ ലൂപ്പിൻ്റെത്. എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളും, ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ലിസ്റ്റും. ലിസ്റ്റിൻ്റെ പേരാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഫോർ എക്സ് ഇൻ ഫ്രൂട്ട്സ്. എക്സ് ഇൻ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഫ്രൂട്ട്സിലെ ലിസ്റ്റിൻ്റെ ഓരോരോ വാല്യൂ ആയിട്ട് എടുക്കും. ഓരോരോ വാല്യൂ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആദ്യം എടുക്കും, അത് കഴിഞ്ഞ് ബനാന എടുക്കും, അങ്ങനെ ഓരോരോ വാല്യൂ ആയിട്ട് എടുക്കും. ആ ഓരോ വാല്യൂയും ഓരോ പ്രാവശ്യം എക്സിനകത്ത് സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ആദ്യം എന്താ വരിക? ആപ്പിൾ വരും. ആപ്പിൾ വന്നിട്ട് നെക്സ്റ്റ് ലൈൻ എന്താ വരുന്നത്? പ്രിൻറ്റ് എക്സ്. ആപ്പിൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും കയറി പോകുമ്പോൾ അടുത്തത് എന്താണ്? ബനാന. ബനാന എക്സിലുണ്ടാവും. എക്സ് പ്രിൻ്റ് ആകുമ്പോൾ ബനാന വരും. അങ്ങനെ ആ ലിസ്റ്റിനകത്ത് എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസ് മുഴുവൻ ഓരോന്നായിട്ട് എക്സിൽ വരികയും ഓരോ പ്രാവശ്യമായിട്ട് അത് പ്രിൻ്റ് ആവുകയും ചെയ്യും. അതാണ് താഴെ ഔട്ട്പുട്ടിനകത്ത് ഓരോ ലൈനിലും ഓരോ വാല്യൂസ് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വി ക്യാൻ പ്രിൻറ്റ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ എ ഗിവൻ സ്ട്രിങ്. നേരത്തെ നമ്മളൊരു ലിസ്റ്റിനകത്ത് കുറേ വേർഡ്സ് ഉണ്ടായിരുന്നു, അതെടുത്ത് എഴുതി. ഇപ്പോൾ ഒറ്റ വേർഡ് കൊടുത്തിട്ട് അതിൽ ഓരോരോ ലെറ്ററായിട്ട് എടുക്കുക, ക്യാരക്ടറായിട്ട് എടുക്കാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിനും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഫോർ എക്സിൻ ഏത് വേർഡാണോ കൊടുക്കേണ്ടത് ആ വേർഡ് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. ആ വേർഡ് കോഴ്സിനകത്തിട്ട് കൊടുക്കണം. ലാസ്റ്റ് ഒരു കോളൻ വേണം, പിന്നെ പ്രിൻറ്റ് എക്സ് കൊടുക്കുക. എന്താ വരിക? ആ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ആദ്യം എടുക്കും എക്സിനകത്ത്, രണ്ടാമത്തെ ലെറ്റർ രണ്ടാമത് എടുക്കും, അങ്ങനെ ഓരോ ലൈനിലായിട്ട് പ്രിൻ്റായിട്ട് വരും. താഴത്തെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം. ഓരോ ലെറ്ററും ഓരോ ലൈനായിട്ട് പ്രിൻ്റായി താഴെ വരെ വന്നിരിക്കുന്നത്. ഇതിനെ ട്രാവേഴ്സിംഗ് എന്ന് കൂടെ പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. താങ്ക് യു.